ബസ് ചാർജ് ₹1 കൂട്ടിയ, ചായക്ക് ₹2 കൂട്ടിയ നമ്മളിവിടെ സമരം ചെയ്യണ ആൾക്കാരാ അല്ലേ? പക്ഷെ ആപ്പിൾ കമ്പനിക്കാർക്ക് ₹1,80,000 ആക്കി. അപ്പൊ ഇനി ₹30,000 പോലും ചെലവില്ലാത്ത ഫോൺ ഇവര് വാങ്ങുമ്പോ ഒരു പ്രശ്നം. പക്ഷെ എനിക്ക് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഞാനൊരു കാര്യം ഐഫോൺ പോയി വാങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. ചായ കുടിക്കാത്ത ആൾക്കാരുണ്ടാവും നാട്ടില്. ചായ കുടിക്കാത്ത ആൾക്കാരില്ല. ഇവര് ചായ കുടിച്ചത് കൊണ്ട്, ആപ്പിൾ ഫോൺ വാങ്ങുന്ന ആൾക്കാർ ചായ കുടിച്ചതുകൊണ്ട് ₹500 എടുത്ത് കൊടുക്കൂലല്ലോ. ഇല്ല, ചായയുടെ വിലയും ചായയുടെ വില തന്നെ വേണം. ഈ ആപ്പിൾ ഫോൺ വാങ്ങുന്നവര് എയർപോർട്ടിൽ ചായക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ടും പ്രശ്നം ഉണ്ടാക്കാറില്ലേ? ഉണ്ട്. പിന്നെ ഇല്ലേ? അതെ, ഉണ്ട്. എന്തിന് ടിപ്പ് കൊടുക്കാത്ത ആൾക്കാരില്ലേ? ടിപ്പ് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യണ യൂണിറ്റിലെ പിള്ളേർക്ക് ₹2,000 ആയിട്ടില്ല ഇതുവരെ. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് ഈ തൊഴിലാളി സമരത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കും. പക്ഷെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഐഫോൺ നല്ലതാണ് കേട്ടോ. ഇപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കണോണ്ട് അതാണ് നൈസായിരിക്കും. ഏത് വീഡിയോ? വ്ളോഗ്, പോഡ്കാസ്റ്റ്. അല്ല, ഞാൻ ഐഫോൺ ആയിരുന്നു വാങ്ങിയിരുന്നത്. പക്ഷെ ഐഫോൺ ആണ് നമുക്ക് എറിഞ്ഞു പൊട്ടിക്കാൻ ഏറ്റവും കൈന് ആ ഒരു എയിം കിട്ടണ ഫോൺ തോന്നുമല്ലേ? ഞാൻ എത്ര ഐഫോൺ ആദ്യം ഇറങ്ങിയ സമയത്ത് പൊട്ടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ആണോ? എന്തിനാ? അല്ല, ബ്രോ ഈ ഫോണ് പൊട്ടിക്കണതിന്റെ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരിക്കലും മറ്റേ പാർവതിയുടെ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഫോൺ പൊട്ടിച്ചിട്ടില്ല. അത് എറിഞ്ഞതേ ഉള്ളൂ. ആ ഇന്റർവ്യൂ നടന്നത് ഒരു ഔട്ട്ഡോറാ. ഞങ്ങളൊരു ലോണിലായിരുന്നു. ലോണില് ഞാൻ ഭയങ്കര ഫിലോസഫി അടിച്ചോണ്ടിരിക്കുക. മനുഷ്യന് ജീവിക്കാനും മുന്നേറാനും നമ്മുടെ ഈ ലൗകിക സുഖങ്ങൾ നമ്മൾ വെടിയണം. ഒന്നും ആവശ്യമില്ല മനുഷ്യന്റെ മനസ്സാണ് ഏറ്റവും പവർഫുൾ. അപ്പൊ ഈ ഫോണോ പാർവതി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഫോൺ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ലെന്ന്. അല്ല, നമ്മൾ അങ്ങനെ ഫിലോസഫി അടിച്ചോണ്ടിരിക്കുമ്പോ കുട്ടി ചോദിക്കാൻ വേറെന്താ ഫോൺ എറിഞ്ഞു. അത് പൊട്ടിയിട്ടൊന്നുമില്ല. അത് എന്റെ ഫോൺ തന്നെയാണ് ഞാൻ എറിഞ്ഞത്. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂവില് എന്റെ പേരിലുള്ള ഏറ്റവും വലിയ കുറ്റം എന്താണെന്നറിയോ? കുറ്റാരോപിതനാണല്ലോ ഞാൻ. അതെ, തീർച്ചയായും. പക്ഷെ കുറച്ചു ദിവസം മുന്നേ എല്ലാ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊക്കെ നിരപരാധിയെന്നും ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട്. അതൊന്നും ആരും അറിയുന്നില്ല. അത് അതിന് റീച്ചില്ല. അപ്പം ഫോൺ, എൻ്റെ ഫാൻസായ കുട്ടികള് ഫോണ് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് അത്ര അവര്.